രോഗവും ദാരിദ്ര്യവും മൂലം ഒരു കുടുംബം ദുരിതത്തിൽ. ഒപ്പം ബാങ്കുകാരുടെ ജപ്തി ഭീഷണിയും. കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് സ്വദേശി മംഗലത്ത് സജി കുര്യാക്കോസനാണ് ഈ ദുർവിധി. രോഗിയായ ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബത്തെ രക്ഷിക്കാൻ മാർഗമില്ലാതെ കാരുണ്യത്തിനായി കൈനീട്ടുകയാണ് സജി. ജീവിതം തന്നെ ഒരു പോരാട്ടമായി മാറുകയാണ് കീരമ്പാറ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന പുന്നേക്കാട് സ്വദേശി മംഗലത്ത് സജി കുര്യാക്കോസിന്. ഒരു കുടുംബത്തിന് നെടുംതൂണായി നിൽക്കേണ്ടവരെല്ലാം കിടപ്പ് രോഗികളായി മാറിയിരിക്കുകയാണിവിടെ. 54-കാരനായ സജിയും ഭാര്യ മിനി ചാക്കോയും ഇവരുടെ 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ. ക്യാൻസറിന്റെ 4-ാം ഘട്ടത്തിൽ ചികിത്സ തുടരുന്ന ഒരു വീട്ടമ്മയാണ് മിനി. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഭർത്താവ് സജിക്ക് പ്രമേഹം കൂടി കിടപ്പിലായതോടെ പണിക്ക് പോകാനാവുന്നില്ല. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. മൂത്ത മകൾ 100% വൈകല്യമുള്ളവൾ. രണ്ടാമത്തെ മകൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പണി പൂർത്തിയാക്കാത്ത വീട് ജപ്തി ഭീഷണിയിലുമാണ്. ബാങ്കുകാർ വന്ന് ജപ്തി നോട്ടീസ് പതിച്ചു പോയിരിക്കുന്നു. ഏത് നിമിഷവും വീട്ടിൽ നിന്നിറങ്ങേണ്ട അവസ്ഥയാണ് ഈ പാവങ്ങൾക്ക്. 2 വർഷമായി ക്യാൻസറിനോട് പോരാടുകയാണ് മിനി. ഇപ്പോൾ രോഗം 4-ാം ഘട്ടത്തിലാണ്. 8 കീമോ ചികിത്സകൾ ഇതിനകം പൂർത്തിയായി. ഇനി രക്ഷയ്ക്കായി ശസ്ത്രക്രിയ അനിവാര്യമാണ്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 6.5 ലക്ഷം രൂപ കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല. 1 മാസം മരുന്നുകൾക്ക് മാത്രമായി 6000 രൂപ ചെലവാകുമ്പോഴാണ് ബാങ്കിന്റെ ജപ്തി ഭീഷണിയും ഉയർന്നിട്ടുള്ളത്. സുമനസ്സുകളുടെ സഹായമില്ലാതെ ഇവർക്കിനി മുന്നോട്ട് പോകാനാവില്ല. ഏത് നിമിഷവും ബാങ്കുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഭീതിയിലാണ് തങ്ങളെന്ന് സജി പറഞ്ഞു. എൻ്റെ കാലിന് ഇങ്ങനെ ബ്ലോക്ക് വന്ന് ഷോറും ബാധിച്ച് എൻ്റെ തന്തവിരൽ മുറിച്ച് കളഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു പണിക്കും പോകാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുറവും എനിക്കുണ്ട്. ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് ഇരിക്കുകയാണ്. ഒരു കണ്ണും കൂടെ ഇനി ഓപ്പറേഷൻ എമർജൻസി ആയിട്ട് ചെയ്യണം. കൂടാതെ എൻ്റെ വൈഫിന്, എൻ്റെ ഭാര്യയ്ക്ക് അർബുദം ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചികിത്സാ ചെലവിന് വേണ്ടി പൈസ വേണം. 8 മാസം മുമ്പ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതാണ്. ഇതുവരെ സാധിച്ചില്ല. ഞങ്ങൾ സാമ്പത്തികം കണ്ടെത്തേണ്ടതുണ്ട്. എൻ്റെ മൂത്ത കൊച്ച് 100% ജന്മനാൽ വികലാംഗിയാണ്. അതിൻ്റെ ചികിത്സാ ചെലവും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. കൂടാതെ ഞങ്ങൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ഒരു പശു വളർത്തൽ തുടങ്ങിയ ഉപജീവനമാർഗത്തിന് വേണ്ടി തുടങ്ങാൻ വേണ്ടി 10 ലക്ഷം രൂപ ലോൺ എടുത്തു. അത് ഈ രോഗം ബാധിച്ച കാരണം ആ പൈസയൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായിപ്പോയി. ഇതുവരെയുള്ള ചികിത്സയ്ക്കും കാര്യങ്ങൾക്കും ചിലവായിപ്പോയി. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പൈസ വെച്ച് എൻ്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് ബോർഡ് വെച്ചേക്കുവാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് എല്ലാവരും ബാങ്കിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞേക്കണേ. മിനിങ്ങാന്ന് ഞങ്ങളെ വിളിച്ചു ഭീഷണിപ്പെടുത്തി. അത്രയും ഞങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഈ കുടുംബത്തിന് കരുതലും കരുണയും ആവശ്യമാണ്. സഹായിക്കാൻ മറ്റുള്ളവരുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഈ പാവങ്ങൾ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.